അപ്പൊ ഗായ്സ് ഇതാണ് കമ്പൽത്തറ ഡാം. വഴിയെ കുറച്ച് മോശമാണെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അവിടുന്ന് ഈ റോഡ് മോശം, പക്ഷെ മെയിൻ റോഡിന് അതിലൂടെയും വരാം. ഇത് നമുക്ക് എളുപ്പം വഴി പോവാണ്. ഗായ്സ് നമ്മുടെ ഒരു ടീംസിന്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി വിളിച്ചിട്ട് വരാല്ലേ? അതെ, ഇവനോട് അപ്പളും പറഞ്ഞോ ആ വണ്ടിയിൽ എണ്ണ അടിക്കുക അടിക്കാൻ വിചാരിച്ചു. എണ്ണ കഴിഞ്ഞ എണ്ണയുണ്ട്. നമുക്ക് പെട്രോൾ മേടിച്ചു തരാം. ഒക്കെ ദേഷ്യത്തിലാണ്. നിങ്ങൾ തിന്നാൻ കഴിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും എണ്ണ മേടിച്ചു തരാ. അബേട്ടാ പമ്പ് എത്തിയിട്ടുണ്ട്. പെട്രോൾ ഓർ ഡീസൽ 100. സാധനം വെച്ചതും കൂടി പെൺകുട്ടി പോയി. ആ പെൺകുട്ടിനെ അപ്പൊ ആൺകുട്ടികളെ നോക്കാറില്ല. അറിയില്ല പേട്ട നിങ്ങക്ക് അതിന്റെ ഹോർമോൺ ചേഞ്ച് ചെയ്യാനും അത് ചോദിക്കും. കോയമുത്തൂരെ വെറുതെ പോയി കറങ്ങിട്ട് കോയമ്പത്തൂർ എന്തുണ്ട്? മറ്റേ മലയിൽ പോയല്ലോടാ. അല്ല, മറ്റേ മരപ്പാലത്തിന്റെ അവിടെ, ചാവടിന്റെ അവിടെ. ചാവടി അത് എന്റെ കോളേജിന്റെ അവിടെയുള്ള മലയാണ്. അത് എന്ത് മലയാന്ന്? വെറുതെ ഒരു മല. അത്ര വെറും സ്റ്റെപ്പ് കയറ്റിട്ടുള്ളൂ. അത് വേണ്ട, അത് അലമ്പാണ്. മറ്റെന്താണത്? മുരുകൻ തന്നെ. നല്ല ഹൈറ്റ് ഉള്ള വാൽപ്പാറ. ഇപ്പൊ പോയിട്ട് പിന്നെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ആതിരപ്പള്ളി എങ്ങനെ കണ്ടിട്ട് വരാം. ആളിയാർ പോകണം. ഉടുമ്പൽപേട്ടയും പോയി ജീവനം പഴനിയും ഗുരുവായൂരും വേണ്ട. ഞാൻ പറയുന്നില്ലേ, തൃശ്ശൂർ പോയി ബീച്ചിൽ പോയി കുളിച്ചിട്ട് വരാന്നാണ്. പിന്നെ മറൈൻ ഡ്രൈവ് പോകണം കൊച്ചി. അത് വേണം. ഞങ്ങൾ ഇന്നലെ തന്നെ പോയിട്ട് വന്നു. എനിക്ക് കുഴപ്പമില്ല, ഇവര് ജോലിക്ക് പോണവരാ. ശരി, ആദ്യം നമുക്ക് ഡാമിൽ പോയി കുളിച്ചിട്ട് വരാം. ആദ്യം ഡാം എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഡാം എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. അവരൊക്കെ പോയി വണ്ടി കമ്പൽത്തറയ്ക്ക് വെറും 1 കിലോമീറ്റർ. ഈ ലൊക്കേഷൻ വരുന്നത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പറയും. ഇത് വന്നിട്ട് വണ്ടിത്താവളം പാലക്കാട് റോഡ്. ഇത് വന്ന് മീനാക്ഷിപുരം റോഡാണ്. അപ്പോൾ ഈ കറക്റ്റ് GLP സ്കൂൾ നെല്ലിമേട് അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ വിട്ട നമ്മുടെ കമ്പൽത്തറ സ്പോട്ട് എത്തുന്നത് ഈ വഴി. നമ്മൾ പാലക്കാട് നിന്ന് വരികയാണെങ്കിൽ കറക്റ്റ് ലെഫ്റ്റ് സൈഡും, അവിടെ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡുമാണ്. ഈ അമ്പലം കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതാണ് വഴി. ഇവിടുത്തെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. തിരക്കുണ്ടല്ലേ? ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പൊ ഗായ്സ് ഇതാണ് കമ്പൽത്തറ ഡാം. അവിടെ ഏകദേശം കുറെ പേര് വന്നിട്ടുണ്ട്, കുളിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. ഇവിടെ പിന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇതൊക്കെ ആക്കാം. പക്ഷെ ഇതാ തമിഴ്നാട്ടിൽ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്ന് എല്ലാ സിനിമയിലും ഫേവറേറ്റ് സ്പോട്ടാണല്ലോ ODM. ജപ്പാന്റെ അവസാനം ഷൂട്ടിങ് ഷോട്ടൊക്കെ എടുത്തത് ക്ലൈമാക്സ്. അതെ, അവിടെ എവിടെയോ ആണ്. ഇതാ അതന്നെ കണ്ടു.
ഇവിടെ അവർ ഷെഡ് കെട്ടിയിട്ടാണ് ജപ്പാൻ്റെ ഷോട്ട് എടുത്തത് അവസാനത്തെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ARM ഒക്കെ ഷൂട്ട് ചെയ്ത ഇടം. ടാലന്റ് കാണിച്ചു കൊടുക്കും. നൈസ്. അപ്പൊ ഗായ്സ് ഇവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് കുളിക്കൊന്നും വേണ്ട. അറിയില്ല എവിടെ ആഴമൊക്കെ ഇരിക്കണമെന്ന് അറിയില്ല. എല്ലാം അവിടെ അവിടെ മണലിന്റെ പരിപാടിയൊക്കെ അവിടെ അവിടെ എടുത്തിരിക്കുന്നത്. സീനൊന്നും ഇല്ല, ഡേഞ്ചർ ഒക്കെ തന്നെ. നീന്തലൊക്കെ അറിയണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. നമുക്കറിയാം, ഞാനുള്ള സുനാമിയിലെ സ്വിമ്മിങ്. കുറച്ച് കടലയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വൈബ് അടിച്ചിരിക്കുക. തിരക്ക് വന്നോണ്ടിരിക്കുന്നു. നല്ല ബിസിനസ് ഐഡിയകളൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പോ. പിന്നെ ഇവിടെ ആൾക്കാര് ഡ്രിങ്ക്സ് അടിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിക്കണ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടിച്ച് ഇവിടെ നിന്ന് വിടാണ്ടിരുന്നാൽ മതി. അടിച്ച് പിന്നെ മൈൻഡ് മാറി വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ടിരിക്കുക. അപ്പൊ ഗായ്സ് ഈ ലൊക്കേഷൻ കറക്റ്റായി വരുന്നത് മീനാക്ഷിപുരം ബോർഡറാണ്. കേരള തമിഴ്നാട് ബോർഡറിലാണ് അല്ലേ? ഇവിടെ മീനാക്ഷിപുരം, അവിടെ പൊള്ളാച്ചി, മുതലമട, അവിടെ കറക്റ്റ് സെന്ററിൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഗുണമുണ്ട്. എന്താ നിഖിലേ പറയാം, നമുക്ക് ഊട്ടി കൊടൈക്കനാല് എല്ലാം അടുത്താണ്. ഒരു 100 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് അല്ലേ? നമുക്ക് സെന്ററാണ്. സെന്ററിലേക്ക് പോകണം പറഞ്ഞ 100 കിലോമീറ്റർ ഉള്ളൂ. ഗുരുവായൂർ പോകണം പറഞ്ഞ 100 കിലോമീറ്റർ. എറണാകുളം പോണെങ്കിൽ 150 കിലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് കഴിച്ചു. കടല കുറച്ച് ബാക്കിയുണ്ട്. മച്ചു ഇത് പിടിച്ചേടാ. പറഞ്ഞ അവിടെ പോയി കുളിക്കാൻ കൊണ്ടുപോയി പ്ലാനിലാണ്. പോയിട്ട് അവിടെ പോയി ചാടി കുളിക്കുക. അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടുന്ന് പോവാൻ നിക്കാണ്. നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ അവിടെ പോയിട്ട് കുളിക്കാല്ലേ? അതെ അതെ, ഇവിടെ നമ്മൾ കുളിച്ചിട്ടില്ല. ഇവിടെ നമ്മ കുറെ നേരം ഇരുന്നു, 1.5 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരുന്നു. നമ്മള് ട്രിപ്പ് പോവാൻ പറഞ്ഞിട്ട് കുറെ പ്ലാൻ ഉണ്ട്. ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? അത് എല്ലാവിടെയും നമ്മൾ പ്ലാൻ ഉണ്ട്. അപ്പൊ ചായ കുടിക്കാൻ പോയാലും ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യും, വെറുതെ ഇത്തരം പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്ത് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അതെ, എന്തായാലും പക്ഷെ പോകും. നമ്മള് പോവാനേ നമ്മള് വീട്ടിൽ വിടാം അല്ലേ? അതെ അതെ. പക്ഷെ നമ്മളിവിടെ കുളിക്കാൻ പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് ആദ്യം പോയി ഏരി നോക്കിട്ട് വരാം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചപ്പോ ഇവിടെ വരുന്ന ആൾക്കാർ മൊത്തം ഈ വേസ്റ്റ് വെള്ളം അടിക്കാണ് മര്യാദ. വെള്ളം അടിച്ച് മിണ്ടാണ്ട് അവിടെ കുളിക്കാൻ. അവിടെ തിരുമണൊക്കെ ഉണ്ട്. കുളിക്കാൻ പറ്റും, നോക്കി വരാം. ഇവിടെ കുളിക്കാറുണ്ടാണ്. പക്ഷെ ഇവിടെ കുറെ കുളിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ. കൊളക്കോഴി നമ്മൾ ഇവിടെ പോവാണ്. ഇവിടെ ചാടി കുളിക്കാൻ പറ്റില്ല. നമുക്ക് ചാടി കുളിക്കണം. അത് വെള്ളത്തിൽ കുളിക്കണം. എന്തിന് അപ്പൊ നമ്മുടെ ഒന്നത്തെ പരിപാടി. പക്ഷെ അബേട്ട് നമ്മളെ വിളിച്ചില്ല നെയ്ച്ചോറ് ചിക്കനും കഴിക്കാനും. ഇന്നലെ കഴിഞ്ഞു പറഞ്ഞു. രാവിലെ നെയ്ച്ചോറ് കഴിച്ചോണ്ടിരിക്കുന്നത്.